എന്താണ് സബ് ഡൊമൈൻ എന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഈ പിക്ചറിൽ കാണുന്നതിൽ example.com എന്നുള്ളതാണ് ജനറലി നമ്മൾ ഡൊമൈൻ എന്ന് പറയാറുള്ളത്. അതിൽ .com എന്നുള്ളത് ഒരു ടോപ്പ് ലെവൽ ഡൊമൈനാണ്, അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്റ്റൻഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. .com, .in, .net അങ്ങനെ. പിന്നെ എക്സാമ്പിൾ എന്നുള്ളത് .com അതിൻ്റെ പ്രൈമറി ഡൊമൈൻ എന്ന് പറയും. നമുക്കിതിൻ്റെ അണ്ടറിൽ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡൊമൈൻ നമ്മുടെ സ്വന്തമാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഇഷ്ടം പോലെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ. നമ്മൾ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്തൊരു ഡൊമൈൻ നമ്മുടെ കയ്യിലുണ്ട്, learnwithsibin.com. അപ്പോൾ ഈ learnwithsibin.com എന്ന ഡൊമൈൻ്റെ അണ്ടറിൽ എങ്ങനെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സബ് ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് cPanel വന്നു കഴിഞ്ഞാൽ ഡൊമൈൻ്റെ സെക്ഷൻ അണ്ടറിൽ സബ് ഡൊമൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് learnwithsibin.com അണ്ടറിൽ. പക്ഷെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാനുള്ളത്, DNS ഈ ഒരു സെർവറിലാണോ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ഉറപ്പിക്കണം. ഇപ്പം നമ്മൾ ഗോഡാഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ DNS ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഗോഡാഡിയിൽ വെച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ നെയിം സെർവർ ഇപ്പോൾ ഗോഡാഡിയാണ്. ഇപ്പം ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, ഈ നെയിം സെർവർ ചേഞ്ച് ചെയ്ത് നേരിട്ട് ഈ ഒരു സെർവറിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. നെയിം സെർവർ വഴിയാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റ് നൗ ഗോഡാഡി DNS ഉപയോഗിച്ചുകൊണ്ട് ഒരു റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം learnwithsibin.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ നമ്മൾ ഇതിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് learnwithsibin.com എന്നുള്ള ഒരു മെയിൻ ഡൊമൈൻ മാത്രമാണ് ഈ സെർവറിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഇത് നമുക്ക് ഇതിൻ്റെ നെയിം സെർവർ ഡയറക്റ്റ്ലിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ns1.learnwithsibin.com, ns2.learnwithsibin.com അങ്ങനെയാണ് ഒരു നെയിം സെർവർ നമ്മളിവിടെ ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡ്സിനുള്ളിൽ നമുക്കൊരു പുതിയ റെക്കോർഡ് ആഡ് ചെയ്യാം. പാഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലൊരു പുതിയൊരു റെക്കോർഡ് കൂടി ആഡ് ചെയ്യാം. ഹോസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്റ്റാർ ഇടാം. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൽഡ് കാർഡാണ്. ഈ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. സോ നമ്മൾ ഇനി എന്ത് രീതിയിലും നമുക്ക് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ star.points2 വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമൈനിലെ IP പോയിന്റ് ചെയ്യാം. ഈ ഒരു IP നമ്മുടെ മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ IP പോയിന്റ് ചെയ്തു. ടൈം ടു ലൈവ് നമ്മൾ മാക്സിമം കുറച്ചൊരു ടൈം കൊടുത്തു സേവ് ചെയ്തു. ഇനി നമുക്ക് cPanel അണ്ടറിൽ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ DNS ആണ്. DNSൽ വരുന്ന അപ്ഡേറ്റ്സുകളെല്ലാം ലൈവ് ആവണമെന്നില്ല. ടൈം ടു ലൈവ് ടൈം എടുക്കും. അപ്പോൾ അതിനുശേഷമാണ് ലൈവ് ആവുള്ളൂ. നമുക്ക് തൽക്കാലം ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ learnwithsibin.com എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാസ്റ്റർ വെബ്സൈറ്റ് ആണെന്ന് കരുതുക. ഇതിൻ്റെ അണ്ടറിൽ ഇനി എന്തെങ്കിലും ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇതിലിപ്പോൾ ഒരു WordPress ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് learnwithsibin.com എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡൊമൈനിൽ. ഇനി blog.learnwithsibin.com നമുക്കൊരു നോർമൽ HTML സൈറ്റാണ്, അല്ലെങ്കിൽ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ വേർഡ്പ്രസിൻ്റെ വേറൊരു ഇൻസ്റ്റാളേഷനാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ബ്ലോഗ് പബ്ലിക് റൂട്ടിൻ്റെ ഉള്ളിൽ പബ്ലിക് HTML അണ്ടറിൽ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ആവും. അതിലായിരിക്കണം ഈ ഒരു ഡൊമൈൻ്റെ ഫയൽസ് സേവ് ആവുന്നത്. അപ്പോൾ ഞാൻ അത് ക്രിയേറ്റ് ചെയ്യണം. ഇത്രയും ഈസി ആയിട്ട് ആ ഒരു സബ് ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ blog.learnwithsibin.com public_html/blog എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ഉള്ളതുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലൈവ് ആവാൻ സാധ്യതയില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പോയിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിലേക്കൊരു ഫയല് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഫയൽ മാനേജറിൽ ചില്ല. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് HTML അണ്ടറിൽ പുതിയൊരു ഡയറക്ടറി വന്നിട്ടുണ്ടായിരിക്കും, ബ്ലോഗ്. ഇതാണ് നമ്മുടെ ഈ സബ് ഡൊമൈൻ്റെ ഒരു ഡയറക്ടറി. ഈ സബ് ഡൊമൈൻ്റെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോഗ് ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു നോർമൽ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. index.html ആണ് ഒരു HTML ഫയലൊരു എക്സ്റ്റൻഷൻ. ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് പേജ് ഏറ്റവും നമ്മൾ സേവ് ചെയ്യാണ്. ഇനി learnwithsibin.com എന്നൊരു ഇൻകോഗ്നേറ്റീവ് വിൻഡോ ഓപ്പൺ ചെയ്യാണ്. blog.learnwithsibin.com ആ ഒരു ടെസ്റ്റ് പേജ് വന്നു, കണ്ടോ? blog.learnwithsibin.com അടിച്ചപ്പോൾ ആ ഒരു ടെസ്റ്റ് പേജ് വന്നു. ഇതുപോലെ നമുക്ക് ഡൊമൈൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ എത്ര സബ് ഡൊമൈൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വീണ്ടും cPanel പോയിട്ട് ഞാനിതിന് പകരം ഇപ്പോൾ blog.learnwithsibin.com എന്നതിനുള്ളിൽ നമ്മളൊരു പേജ് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. cPanel തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡൊമൈൻസിനാണല്ലോ സൈറ്റ് പബ്ലിഷർ എന്നുള്ളത്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് blog.learnwithsibin അണ്ടറിൽ ഞാനൊരു ഒരു ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഒരു വി കാർഡ് സെറ്റ് ചെയ്തു.
ഇതിനൊക്കെ ഡാറ്റയൊന്നും ഫില്ല് ചെയ്യുന്നില്ല തൽക്കാലം, ജസ്റ്റ് പബ്ലിഷ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഒരു പേജ് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ cPanel ഡിഫോൾട്ടായിട്ടിരുന്നൊരു വെബ്സൈറ്റ് ബിൽഡറാണ്. ഇതുപോലെ കുറച്ച് ലാൻഡിങ് പേജുകൾ, ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മൈ നെയിം ഈസ് കണ്ടോ, വീക്കാർഡ്, പിന്നെ സബ് ടൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്താൽ മതി. അതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ ഡാറ്റ ഇവിടെ ഒന്നുമില്ല കണ്ടോ. നമുക്ക് അങ്ങനത്തെ ഇവിടെ ബാക്കി ഡാറ്റസൊക്കെ ഫില്ല് ചെയ്തതനുസരിച്ച് ഇത് വരും. അപ്പോൾ അതുപോലെ ടെംപ്ലേറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സബ് ഡൊമൈനിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ പോയിന്റ് ഇതായിരുന്നു, blog.learnwithsibin.com എന്ന് പറഞ്ഞ് സബ് ഡൊമൈനിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഇനി എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും ഇങ്ങനെ സബ് ഡൊമൈൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് blog.learnwithsibin സെപ്പറേറ്റ് ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റൻസ് ഹോസ്റ്റ് ചെയ്യാം കേട്ടോ. ഡൊമൈൻ്റെ സെക്ഷനിൽ കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടി നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അടുത്തായിട്ട് റീഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം, ലൈക്ക് blog.learnwithsibin.com, അല്ലെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു URL അഡ്രസ് ബാറിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു URLിലേക്ക് പോകാനായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ google.com എന്ന് സെറ്റ് ചെയ്യണം. blog.learnwithsibin.com എന്ന URL സെറ്റ് ചെയ്യുകയാണെങ്കിൽ google.comലേക്ക് റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത്. റീഡയറക്റ്റ് വിത്ത് വിത്തൗട്ട് www ആഡ് ക്ലിക്ക് ചെയ്തു. ഇനി blog. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, അത് google.comലേക്ക് റീഡയറക്റ്റ് ചെയ്തു. സോ അങ്ങനെ റീഡയറക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണത്. അപ്പോൾ സംടൈംസ് അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരാം. പിന്നെ അടുത്തായിട്ടുള്ളൊരു ടൂൾ വരുന്നത് ആഡ് ഓൺ ഡൊമൈൻസ് എന്നുള്ളതാണ്. നമ്മൾ ഇനീഷ്യൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മിക്ക വെബ് ഹോസ്റ്റിംഗ് കമ്പനികളും അൺലിമിറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഇതിൽ മൾട്ടിപ്പിൾ ഡൊമൈൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു cPanel അക്കൗണ്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, ഒരു വെബ് ഹോസ്റ്റ് മാനേജർ കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ആഡ് ഓൺ ഡൊമൈൻസിനുള്ളിൽ നമുക്ക് മറ്റൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. സെയിം സെർവറിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വെബ്സൈറ്റ് നമുക്ക് ആ ഡൊമൈനെ, ഫോർ എക്സാമ്പിൾ നമുക്ക് shibinanthodi.com എന്ന് പറഞ്ഞൊരു ഡൊമൈനാണെന്ന് വിചാരിക്കും. നമുക്കതിലേക്ക് ഡയറക്റ്റ്ലി ഹോസ്റ്റ് ചെയ്യാം. സബ് ഡൊമൈൻ അല്ല, ഡയറക്റ്റ്ലി ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും ഒരു ഫോൾഡർ തന്നെയായിട്ടാണ് ക്രിയേറ്റ് ആവുക. നമുക്ക് അപ്പോൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ അങ്ങനെ നെയിം സെർവർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നത്. സോ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡൊമൈൻസ് കൂടി ഇതിലേക്ക് നമുക്ക് സെയിം cPanel അക്കൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഡൊമൈൻസിൽ സൂൺ എഡിറ്റർ ഉണ്ട്. സൂൺ എഡിറ്റർ നമുക്ക് നോക്കാം. ഇത് DNS ആണ്. നമ്മൾ GoDaddyയിൽ കൺട്രോൾ ചെയ്ത ഒരു DNS ഉണ്ട്. ഈ DNS ആണ് ഇവിടെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ആക്ച്വലി DNS GoDaddyയിലാണ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിവിടെ ആക്സസ് ഉണ്ടായിരിക്കില്ല. നമ്മളിതിനുള്ളിലേക്ക് ഒരു റെക്കോർഡ് മാത്രമാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ നെയിം സെർവർ വഴിയാണ് നമ്മളിതിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ DNS റെക്കോർഡ്സ് ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിപ്പോൾ സ്റ്റാർ ഇട്ട് നമ്മൾ അതിലേക്ക് പോയിന്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു സെർവറിൽ തന്നെയാണ്. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ മറ്റൊരു സെർവറിലാണ് ഈ ഒരു ഡൊമൈൻ്റെ സബ് ഡൊമൈൻ ഹോസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ DNS റെക്കോർഡ് ചേഞ്ച് വരുത്തി അതിലേക്ക് മറ്റൊരു സെർവറിലേക്ക് കൂടി പോയിന്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ റെക്കോർഡ് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ site.learnwithsibin.com എന്ന് ക്ലിക്ക് ചെയ്ത് മറ്റൊരു സെർവറിൻ്റെ IP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സബ് ഡൊമൈൻ മാത്രമായിട്ടും വേറൊരു സെർവറിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ cPanel അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ ആഡ് ഓൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൊമൈനിൽ അവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് വേറൊരു പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ വേർഡ്പ്രസ് ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ജസ്റ്റ് സിംപ്ലി അതവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് DNSൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മെയിൽ റൗട്ട് ചെയ്യാൻ പറ്റും, മെയിൽ സെർവർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു റെക്കോർഡിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. cPanel DNS ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ് ഡൊമൈൻ്റെ അണ്ടറിൽ നമുക്ക് ഇമെയിൽ ID കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിനിപ്പോൾ ഇമെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ഡൊമൈൻ സെലക്ട് എടുത്ത് കാണാൻ പറ്റും, ബ്ലോഗ് ഡെമോ. പിന്നെ info@demo.learnwithsibin.com എന്നുള്ള രീതിയിൽ വരെ നമുക്ക് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഒരു സബ് ഡൊമൈൻ എന്നുള്ളത് എക്സാക്റ്റ് ഒരു ഡൊമൈൻ പോലെ തന്നെയാണ് സെർവറിൽ ട്രീറ്റ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത് നെയിം നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കുന്നത് മാത്രം, അല്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ലേണിംഗ് പർപ്പസിനൊക്കെയാണ് നിങ്ങൾ വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ ഒരൊറ്റ ഡൊമൈൻ മാത്രം പർച്ചേസ് ചെയ്തിട്ട് സബ് ഡൊമൈൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രോജക്റ്റുകൾ റൺ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ cPanel തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ സെർവറിൽ മറ്റ് സോഫ്റ്റ്വെയറുകൾ സാംബോ വാംബോ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ലോക്കൽ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് പഠിക്കാവുന്നതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഓപ്ഷൻസ് മനസ്സിലാവും.
അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലാണെങ്കിലും ലൈവായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്കത് മൂവ് ചെയ്ത് ബാക്കപ്സ് എടുത്ത് റിമൂവ് ചെയ്ത് മെയിൻ ഡൊമൈനിലേക്ക് എടുത്ത് ലൈവ് ആക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലോസ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ മറ്റൊരു എസെൻഷ്യൽ ടോപ്പിക്കായിട്ട് വരാം.